തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശിവദാസൻ തെക്കിനിയടുത്ത്. നല്ല മനുഷ്യരായി വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കാനാണ് വിദ്യാഭ്യാസം. എങ്ങനെയുള്ളവരാണ് നല്ല മനുഷ്യർ? എങ്ങനെ വിദ്യാർത്ഥികളെ നല്ല മനുഷ്യരാക്കും? ഭാരതത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ വിദ്യാഭ്യാസ ചിന്തകൻ കൂടിയായിരുന്നു. ധർമ്മപാത എന്ന ബുദ്ധമത ഗ്രന്ഥം അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുണ്ട്. മനുഷ്യ സംസ്കാരത്തിൻ്റെ അടിത്തറ ആധ്യാത്മിക മൂല്യങ്ങളാണെന്ന് അദ്ദേഹം ആ ഗ്രന്ഥത്തിൻ്റെ അവതാരികയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യൻ നല്ലവനാകാൻ സംസ്കാരം നേടിയിരിക്കണം. അതിന് ആധ്യാത്മിക മൂല്യങ്ങൾ കൂടി അവനിലുണ്ടാകണം. ഭൗതിക നേട്ടങ്ങൾ കൊണ്ട് മാത്രം ഒരാൾ നല്ലവനാവുകയില്ല. നല്ല റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, ധനം, ആഡംബര കാറുകൾ, വില കൂടിയ വസ്ത്രങ്ങൾ എന്നിവയെല്ലാം ഭൗതികമായ നേട്ടങ്ങളാണ്. ഇവയെല്ലാം വികസനങ്ങളായി നാം കണക്കാക്കുന്നു. എന്നാൽ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്തതും സ്പർശിക്കാൻ കഴിയാത്തതുമായ വികസനങ്ങൾ കൂടിയുണ്ട്. അതാണ് ആധ്യാത്മികമായ മൂല്യങ്ങൾ. നല്ല പെരുമാറ്റം, നല്ല തത്വങ്ങൾ, ശരിയായ അറിവ്, സത്യസന്ധത, ദയ, നല്ല ചിന്തകൾ, നിഷ്കളങ്കത തുടങ്ങിയവ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ നല്ലവനായി തീരുകയുള്ളൂ. അത് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ പഠിക്കണം. ഓരോ വിദ്യാർത്ഥികളും തങ്ങൾക്കും മറ്റുള്ളവർക്കും ഗുണകരമായ പ്രവൃത്തികൾ ഏത്, ദോഷകരമായ പ്രവൃത്തികൾ ഏത് എന്ന് മനസ്സിലാക്കണം. തെറ്റായ ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ടായാൽ മനുഷ്യൻ തെറ്റായ പ്രവൃത്തികൾ ചെയ്യും. അത്തരക്കാരിൽ നിന്ന് തെറ്റായ വാക്കുകളും ഉണ്ടാകും. അതുകൊണ്ട് തെറ്റായ ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ടാകാതെ നോക്കണം. നല്ല ഉദ്ദേശങ്ങളുള്ള വ്യക്തികളിൽ നിന്ന് നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും ഉണ്ടാകും. ചീത്ത പ്രവൃത്തികൾക്ക് ചീത്ത ഫലവും നല്ല പ്രവൃത്തികൾക്ക് നല്ല ഫലവുമാണ് ഉണ്ടാവുക. ഈ കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. പരീക്ഷകളിൽ വിജയിക്കേണ്ടത് അത്യാവശ്യമാണ്. വിജയം എന്നത് നമ്മുടെ കഴിവും അറിവും വർദ്ധിപ്പിക്കലാണ്, മറ്റുള്ളവരെക്കാൾ മിടുക്കരാവുക എന്നതല്ല. വിജയം ശരിയായ മാർഗത്തിൽ നേടിയതാകണം. ശരിയല്ലാത്ത മാർഗത്തിൽ നേടുന്ന വിജയം പരാജയമാണ് എന്നും വിദ്യാർത്ഥികൾ അറിയണം. ശരിയായ അറിവും കഴിവുകളും നേടാതെ എങ്ങനെയെങ്കിലും നേടിയെടുക്കുന്ന ബിരുദങ്ങൾ കൊണ്ട് പലരും തൊഴിലുകൾ നേടുന്നു. തൊഴിലിൽ വിജയിക്കാതെ വരുമ്പോൾ തൊഴിൽ നൽകിയവർക്ക് തന്നെ അവർ ഒരു ബാധ്യതയായിത്തീരുന്നു. ക്രമേണ നാടിനും വീടിനും കൊള്ളാത്തവരായി അവർ മാറുന്നു. ഓരോരുത്തരും തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച തൊഴിലുകളാണ് നേടേണ്ടത്. അതിനനുസരിച്ച വിദ്യാഭ്യാസമാണ് നേടേണ്ടത്. പ്രസിദ്ധ വിദ്യാഭ്യാസ ചിന്തകനായിരുന്ന റൂസോ ജീവിച്ചത് 300ഓളം വർഷങ്ങൾക്ക് മുമ്പാണ്. കുട്ടികൾ ജന്മനാ നല്ലവരാണ്, അവരെ ചീത്തയാക്കുന്നത് മുതിർന്നവരാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും ക്ഷമിക്കാൻ കഴിയാതെ പകയും വിദ്വേഷവും വെച്ച് പുലർത്തുന്നവർ സമൂഹത്തിൽ ഏറി വരികയാണ്. നല്ല ബന്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ പല കാര്യങ്ങളും ക്ഷമിക്കേണ്ടി വരും, മറക്കേണ്ടി വരും. വിദ്യാർത്ഥികളിൽ ഈ ബോധം വളർത്തിയെടുക്കണം. അരനൂറ്റാണ്ടിന് മുൻപ് പ്രൈമറി ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ ഒരു കഥയുണ്ടായിരുന്നു. 2 കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടിയുടെ ഉടുപ്പിൽ ചെളി തെറിച്ചതാണ് കഥ. ചെളി തെറിച്ചതോടെ കുട്ടികൾ തമ്മിൽ വഴക്കായി, അടിപിടിയായി. തുടർന്ന് അമ്മമാർ ഓടി വന്നു, അവർ തമ്മിലും വഴക്കായി. ഇതിനിടയിൽ ചില നാട്ടുകാർ വന്നു. അവർ 2 ചേരിയായി. ഓരോ കൂട്ടരും ഓരോ അമ്മമാരുടെ പക്ഷം ചേർന്നു. വഴക്ക് വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ കുട്ടികൾ വിദ്വേഷം മറന്ന് കളി തുടർന്നു. ഇത് കണ്ടൊരു മുത്തശ്ശി അമ്മമാരെ ഉപദേശിക്കുന്നതാണ് കഥ. കുട്ടികളെ കണ്ടു പഠിക്കും എന്ന മുത്തശ്ശിയുടെ ഉപദേശം കേട്ട് അമ്മമാർ ലജ്ജിച്ചു തല താഴ്ത്തി എന്നായിരുന്നു കഥയുടെ അവസാനം. പല സംഘർഷങ്ങളും വർദ്ധിപ്പിക്കാനും ഇല്ലാതാക്കാനും മാർഗങ്ങളുണ്ട്. കുട്ടികളിൽ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ബാലപാഠങ്ങൾ പഠിപ്പിക്കണം. ശിവദാസൻ തെക്കിനിയടുത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.